ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാറുകളുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ചേഞ്ച് അഥവാ പവർ സ്റ്റിയറിംഗ് ഓയിൽ ഫ്ലഷ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മളിത് നോർമലി ചെയ്യേണ്ടത് ഓരോന്നിൻ്റെ ഇതുപോലെയുള്ളൊരു സ്റ്റിക്കറിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇത് നമ്മൾ മറ്റുള്ള ഓയിലുകൾ ചേഞ്ച് ചെയ്യുന്ന പോലെ കൃത്യമായ ഇടവേളകളിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഒരു 80,000 കിലോമീറ്ററിലാണ് ഫിൽറ്ററും ഓയിലും ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓരോ വണ്ടികൾക്കും വ്യത്യസ്തമായിരിക്കും. നോർമലി ഒരു 60,000 മുതൽ 1,00,000 വരെ ഉള്ള പല റേഞ്ചിലായിരിക്കും വരിക. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അത് അത്ര ആവുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് ഒരു 5,000 കിലോമീറ്ററിൽ അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്ററിൽ മുമ്പ് മാറിക്കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും. നമുക്കിതിൻ്റെ സർവീസ് ഹിസ്റ്ററിയും മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാനുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ ഓയിലിൻ്റെ കളറ് മാറുന്നത് അല്ലെങ്കിൽ കട്ടി കൂടുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് കളർ മാറുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ നല്ല റെഡ് കളർ ഓയിലാണ്, അതായത് ATF ടൈപ്പ് A എന്ന് പറയുന്ന ഓയിലാണ്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു കറുപ്പ് കലർന്ന ചുമല കളറിലേക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ കളറ്. ഈ ഒരു കണ്ടീഷൻ ആകുമ്പോഴോ അല്ലെങ്കിൽ ആകുന്നതിന് മുന്നേ ആയിട്ടോ നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറയുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഒരു കിരി എന്നുള്ളൊരു സൗണ്ട് വരുന്നൊരു സംഭവം വരും. ഞാനത് കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കേൾപ്പിച്ച് തരാം. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓയിൽ മാറിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് സോൾവ് ആവുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെയുള്ള ഇതിൻ്റെ ഗിയർ ബോക്സും അതുപോലെയുള്ള കംപ്രസറിൻ്റെ ഉള്ളിലും ഒക്കെയുള്ള തേയ്മാനങ്ങൾ അതുപോലെയുള്ള സംഭവങ്ങൾ, പിന്നെ അതിൻ്റെ ചൂട് ഒക്കെ അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ഓയിൽ കളർ ചേഞ്ച് വരുന്നതും അതുപോലെ അതിൻ്റെ വിസ്കോസിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതും. അപ്പോൾ അതിനനുസരിച്ച് ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ തേയ്മാനം കൂടാനും അതുപോലെയുള്ള അതിൻ്റെ സ്മൂത്തായിട്ടുള്ള ഫങ്ഷനിങ്ങിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായ ഇടവേളകളിൽ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇത് ചേഞ്ച് ചെയ്തതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ട മെയിൻ ഇതെന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗ് നല്ലവണ്ണം സ്മൂത്തായിട്ടുണ്ട്, ഒന്നുകൂടെ നല്ല ഫോഴ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഓയിലും നമുക്ക് പഴയ ഓയിൽ ഈ റിസർവോയറിൽ തന്നെ ഇതുപോലെ ഒരു സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വലിച്ചെടുത്തിട്ട് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത്രയ്ക്ക് അതായത് ആ ഡാർക്ക്നെസ്സിൻ്റെ കറുപ്പ് കളറിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും ഡാർക്കായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് തനിയെ വെച്ച് കാണുമ്പോൾ അത്ര മനസ്സിലാവുന്നില്ല, പക്ഷേ അത് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പം നല്ല വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഓയിലാണ്. നമുക്ക് ഇത്രയും ആവുന്നതിന് മുമ്പായിട്ടോ അതല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിലോ, അതായത് അത്രയും ദൂരം ഇതൊരു സ്ഥിരമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. 80,000 കിലോമീറ്ററിലാണെങ്കിൽ നമുക്കൊരു 70,000 കിലോമീറ്റർ ആകുമ്പോൾ വേണമെങ്കിൽ മാറി കൊടുക്കാം. ഇതിനായിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു സിറിഞ്ചിൻ്റെ അറ്റത്തൊരു ട്യൂബ് ഘടിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മതിയാവും. നമുക്ക് കൂടുതൽ വലിച്ചെടുക്കാൻ മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഇതിലിപ്പോൾ ഒരു സിറിഞ്ചിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ട്യൂബ്, ചെറിയ ട്യൂബ്, അക്വേറിയത്തിൻ്റെ ട്യൂബ്, വാക്വം പമ്പിൻ്റെ ട്യൂബ് ആവാം, അക്വേറിയത്തിലേക്ക് ഉപയോഗിക്കുന്ന ആ ടൈപ്പിൻ്റെ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു IV സെറ്റിൻ്റെ ഒരു ട്യൂബാണ്. അത് കട്ട് ചെയ്തെടുത്തിട്ട് കാരണം അതിൻ്റെ ഉള്ളിലെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനമായിരിക്കും നല്ലത്. ആ പഴയ ഓയിൽ മൊത്തം നമുക്കൊരു കുപ്പിക്കകത്തോട്ട് കളക്ട് ചെയ്യാം. കാരണം ആ റിസർവോയറിലെ അത് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ റിസർവോയർ ഇതിപ്പോൾ ഞാനിവിടെ നമ്മൾ ആ റിസർവോയർ ഈ ഓയിൽ ഒഴിക്കുന്ന ഇത് ടാങ്ക് നമ്മൾ എടുത്തൊന്ന് കഴുകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ റിസർവോയറിൽ നിന്ന് കളക്ട് ചെയ്ത ഓയിലിൻ്റെ ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. നമുക്കിത് തന്നെ പഴയ ഓയിലും പുതിയ ഓയിലുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിൻ്റെ ആ കട്ടിയിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ കളറിലുള്ള വ്യത്യാസവും നോക്കുക. ഞാനിതിവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ടാങ്ക് ഒന്ന് അഴിച്ച് കഴുകി വൃത്തിയാക്കിയേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു 2 ബോൾട്ടിലാണത് വരുന്നത്. ആ 2 ബോൾട്ടും അഴിച്ചിട്ട് അതിനെ ഇളക്കിയെടുക്കുക. അതിനായിട്ട് താഴെ 2 ഹോസുകൾ പോകുന്നുണ്ട്, ഒരു ഇന്നും ഔട്ടും. അത് അഴിച്ചെടുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ടത് കാണിക്കാൻ പറ്റും. അതിനെ ഒരു ഹോസ് ക്ലിപ്പ് വഴിയായിരിക്കും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ക്ലിപ്പിൻ്റെ സ്ക്രൂ ലൂസാക്കിയിട്ട് അതിനെ നമുക്ക് പൊക്കിയെടുക്കാം. അതിനുള്ളിൽ എന്തായാലും കുറച്ച് ഓയിലുണ്ടാവും. അപ്പോൾ ഇതിലേയും ഒഴുകി ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയൊക്കെ ആ പൈപ്പിൻ്റെ ചുറ്റും വെച്ചതിന് ശേഷം വേണം വലിച്ചെടുക്കാൻ. വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ, എന്നാലും കുറച്ചെങ്കിലുമൊക്കെ ആ ഫിൽറ്ററിൻ്റെ ഉള്ളിലൊക്കെ കാണും. അപ്പോൾ അത് താഴോട്ട് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു തുണിയൊക്കെ ചുറ്റും സുരക്ഷിതമായിട്ട് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇനിയും നമുക്ക് കഴുകാൻ പോകുന്ന സമയത്താണെങ്കിൽ ആ ട്യൂബൊക്കെ ഒന്ന് തുണി വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് പോയിട്ട് ഇത് കഴുകാം നമുക്ക്.
ഇതിൻ്റെ അടിയിലാണ് ഫിൽറ്റർ ഇരിക്കുന്നത്. നമുക്ക് ഈ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ എടുക്കാൻ പറ്റത്തുള്ളൂ. അഴിച്ചെടുക്കുക. അതൊരു സ്പ്രിങ് ലോഡഡാണ് ഈ ടൈപ്പിൻ്റേത്. ഇത് സൂക്ഷിച്ചടിക്കുക, ചിലപ്പോൾ തെറിക്കും. ലൂസാക്കി വെച്ചിട്ട് കൈ കൊണ്ട് അഴിച്ചെടുത്താൽ മതിയാവും. അതിന് നല്ലൊരു സ്പ്രിങ് വരുന്നുണ്ട്. ഓയിൽ സൈഡിലോട്ട് ലീക്ക് ആവാതിരിക്കാനുള്ള ഈ പൈപ്പിനടി ചേർന്ന് വരുന്നൊരു വാഷർ. കഴിഞ്ഞിട്ട് ഫിൽറ്റർ, പേപ്പർ ഫിൽറ്ററാണ് ഇത്. 80,000 കിലോമീറ്ററിൽ മാറണമെന്നാണ് ഇതിൽ പറയുന്നത്. ഓരോ വണ്ടികളുടെയും അതിനനുസരിച്ച് മാറേണ്ടതായിട്ടുണ്ട്. ഇത് വണ്ടി 80,000 മാറിയതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. പക്ഷേ ഇത് മാറിയതല്ല, ഒത്തിരി പഴയതാണത്. എന്നാലും നമ്മളിത് മേടിക്കാത്തതുകൊണ്ട് ഇപ്പം മാറുന്നില്ല. അത് പിന്നീട് ജസ്റ്റ് ഇത് പൊക്കിയെടുത്തിട്ട് മാറാവുന്ന കാര്യമുള്ളൂ. മുകളിൽ ഇതും സീലാവും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. സ്പ്രിങ് വരുന്നു. അതിന് മുകളിൽ അതിനെ ഈ സ്റ്റെമ്മിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഈ സാധനം, ഈ ഒരു സ്ക്രൂ. അപ്പോൾ ഇതിങ്ങനെ പ്രസ്സായിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഹോസ്, ഇതാണ് ഉള്ളിലേക്ക് ഓയിൽ വരുന്ന ലൈന്. അതായത് കംപ്രസറിൽ പോയിട്ട് അവിടുന്ന് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഗിയർ ബോക്സിലേക്ക് പോയിട്ട് അവിടുന്ന് കറങ്ങി തിരിച്ച് ഇതിലേക്ക്, അതായത് ചുറ്റി തിരിഞ്ഞിട്ട് വീണ്ടും റിസർവോയറിലേക്ക് തിരിച്ചു വരുന്ന ലൈനാണിത്. ആ ലൈനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പൈപ്പിനുള്ളിൽ താഴെ 2 സൈഡിലായിട്ട് 2 ഹോളുകളുണ്ട്. ആ ഹോളിൽ കൂടെയാണ് ഈ ഫിൽറ്ററിനകത്തോട്ട് ഓയിൽ കയറുക. ഫിൽറ്റർ ചെയ്തിട്ട് ഇതിലേക്കൂടെ പുറത്തോട്ട് വന്ന് ഈ റിസർവോയറിൽ നിൽക്കുകയും ചെയ്യും. റിസർവോയറിൽ നിന്ന് ഈ ഔട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഈ ലൈനിൽ കൂടെ, അതായത് താഴെ എൻ്റെ ഏറ്റവും താഴെയായിട്ട് നേരിട്ടൊരു ഹോള് കാണുന്നുണ്ട്. ആ ഹോളിൽ കൂടെ ഇതിലെ ഇറങ്ങി വീണ്ടും തിരിച്ചതുപോലെ തന്നെ ഫസ്റ്റിൽ കംപ്രസർ, ആ കംപ്രസറിൽ നിന്ന് കംപ്രസറായിട്ട് നേരെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഗിയർ ബോക്സിലേക്ക്, അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ ആണെങ്കിൽ റാക്ക് ആൻഡ് പിനിയനിൻ്റെ ആ ഭാഗത്തോട്ട് അങ്ങോട്ട് പോകുന്ന ഇതാണത്. അപ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്യാൻ മാത്രമാണ് ടാങ്ക് അഴിച്ച് കഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് അഴിക്കേണ്ടത് ഈ ഇന്നെന്ന് പറയുന്നത് മാത്രം അഴിച്ചാൽ മതിയോ. ഇന്നെന്ന് പറയുന്നത് അഴിച്ചിട്ട് നോർമലി ഇത് ഇത്രയും പൊങ്ങിയിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അടച്ചു വെക്കേണ്ട വരത്തില്ല. അതിൻ്റെ താഴെ എപ്പോഴും കൃത്യമായിട്ട് ഒഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടച്ചു വെക്കേണ്ട വരത്തില്ല. അത്രയും വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിലേക്കൂടെ അത് താഴോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇതഴിച്ച് മാറ്റിയിട്ട് ആ ട്യൂബ് നമ്മൾ പുറത്തേക്ക് ഫ്ലഷ് ചെയ്യാൻ, അതായത് ആ ഓയിൽ, വേസ്റ്റ് ഓയിൽ എടുക്കാനുള്ള ഭാഗത്തിന് പുറത്തേക്ക് എടുത്താൽ മതിയാവും അതിൽ നിന്ന് വരുന്നത്. അപ്പം ഇവിടെ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുത്തുകൊണ്ടിരിക്കണം. അത് പോകുന്നതിനനുസരിച്ച്, വണ്ടി സ്റ്റാർട്ട് തിരിക്കുന്നതിനനുസരിച്ച്. അത്രയാണ് അതുള്ളത്. ഇനി അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഫിൽറ്റർ വാഷ് ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ വെച്ചാൽ മതി. ബാക്കിയുള്ള ഇതിൻ്റെ പുറവും ഉള്ളിൽ കുറച്ച് ഭാഗത്ത് അഴുക്ക് കിടപ്പുണ്ട്, സ്ലഡ്ജ് വന്ന് അടിഞ്ഞത്. അത് നമുക്കൊന്ന് അതുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കാം. വെള്ളത്തിൽ കഴിയാൻ മതിയാകും, പക്ഷേ നമ്മൾ നല്ലോണം ഉണക്കിയിട്ട് തിരിച്ച് വെക്കാവുള്ളൂ. കഴുകി വൃത്തിയാക്കി നല്ല ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓയിലിൻ്റെ ഈ 2 ട്യൂബുകളുണ്ടല്ലോ, കണക്ട് ചെയ്യുന്ന 2 ട്യൂബുകൾ, ഒരെണ്ണം കംപ്രസറിലേക്ക് പോകുന്നതും അടുത്തത് തിരിച്ചു വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ ഈ റിസർവോയറിൻ്റെ ഔട്ട് എന്ന് എഴുതിയേക്കുന്ന ലൈനാണ് നമുക്കിപ്പോൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇന്ന് എന്ന് പറയുന്നത് ടാങ്കിലേക്ക് കംപ്രസർ വഴി പോയിട്ട് തിരിച്ചു വരുന്ന ഓയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ട്യൂബിനെ കൂടെ വരുന്ന, അതായത് കറങ്ങി കംപ്രസറിൽ കൂടെ പോയിട്ട് പവർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയനിലേക്ക് പോയിട്ട് അവിടുന്ന് വരുന്ന ഓയിലിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ള ബോട്ടിലോ എന്തെങ്കിലും കളക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പല മെത്തേഡ്സ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്ന മെത്തേഡുണ്ട്, അതുപോലെ വാക്വം വെച്ചിട്ട് വലിച്ച് ചെയ്യുന്ന മെത്തേഡുണ്ട്, അങ്ങനെയൊക്കെയുള്ള മെത്തേഡുകളുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാതെ മറ്റുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യുന്ന, എന്നാൽ 100% എഫക്റ്റീവായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു അരേഞ്ചിൻ്റെ ഗാർഡൻ ഹോസും അതിൻ്റെ ഒരു കപ്ലിങ്, അല്ലെങ്കിൽ ആ ഒരു കണക്ടർ, ഹോസ് കണക്ടർ എന്ന് പറയുന്ന സാധനം, കുറച്ച് നമുക്കൊരു അരേഞ്ച് ഗാർഡൻ ഹോസുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ ആ കണക്ടർ ആ ഹോസിലേക്ക് കറക്റ്റ് മാച്ചാണ്. പിന്നെ അത് നല്ലവണ്ണം ടൈറ്റായിരിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അതിനകത്തൂടെ ഒരു കുറേശ്ശെ ഓയിൽ ലീക്ക് ആയത് കരുതിയിട്ടും അത് പ്രഷറിലൊന്നും വരുന്നതല്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊന്നും ലീക്കായിരുന്നു ഒരു പ്രശ്നമുള്ള കാര്യമല്ല.
അതിനെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഹോസ് നീളമുള്ളതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവിടെ തന്നെ വളച്ച് നമുക്കൊരു ബോട്ടിലിനകത്തോട്ട് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പുറത്തോട്ട് വെക്കാം. അത് സൗകര്യം പോലെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ടാങ്ക് എടുത്തിട്ട് ഇന്നെന്നുള്ള കണക്ഷൻ മാത്രം ഒഴിവാക്കി വിടുക. അതിൻ്റെ ആ ട്യൂബ് മുകളിലേക്ക്, അതിൻ്റെ ഒരു മുകളിലേക്ക് കയറി വരുന്നത് ഈ കാണിക്കുന്നത് പോലെ, അതായത് തിരിച്ചു വരുന്ന ലൈൻ, അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് മുകളിലോട്ടാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ താഴെയായിട്ട് കൃത്യമായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ഗാർഡൻ ഹോസിൻ്റെ ഒരു കഷ്ണം തന്നെ എടുത്തിട്ട് ഒന്ന് മടക്കി കെട്ടിയിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൂടെ ലീക്ക് ആവത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് അത് ഒഴിക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഹോസിൻ്റെ കഷ്ണം ഇറക്കി പൊക്കി നിർത്തിയാലും മതി. അങ്ങനെയാണെങ്കിലും അത് ലീക്ക് ആവത്തില്ല. എന്തായാലും അതിൻ്റെ ഒപ്പം നിറഞ്ഞ് അതിൽ ലീക്ക് ആവാൻ നോക്കുക. നമ്മളിപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് ഔട്ട് എന്നുള്ള ലൈൻ മാത്രം കണക്ട് ചെയ്യുക, അതായത് കംപ്രസറിലേക്ക് പോകുന്ന ലൈൻ. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോസ് ക്ലാമ്പ്, കാരണം അത് നമുക്കിനി അഴിക്കേണ്ടതായിട്ടുള്ളതല്ല, ആ ഹോസ് ക്ലാമ്പൊക്കെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നട്ടും ബോൾട്ടും അവസാനം ഇട്ടാലും മതിയാവും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചായ്ക്കും ചിരിക്കുകയൊക്കെ ചെയ്യാനുള്ള സൗകര്യത്തിന് നമുക്കതിപ്പോൾ തൽക്കാലം അങ്ങനെ അവിടെ ലെവലിൽ നിന്നോളൂ. ഇനി നമുക്ക് ഫിൽറ്റർ വെക്കണ്ട, കാരണം നമ്മൾ തിരിച്ച് വരുന്ന ലൈനിലാണ് നമ്മൾ ഫിൽറ്ററിങ് നടക്കുന്നത്, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് കൂടുതൽ ഓയിൽ കൊള്ളാനോ ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്, നമുക്ക് ഒഴിക്കാനുമ്പോൾ കാണാനോ ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫിൽറ്റർ പിന്നീട് വെച്ചാൽ മതിയാവും. നമ്മൾ ഫ്രഷ് ഓയിലാണല്ലോ ഒഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നേരെ വന്ന് വണ്ടിയുടെ പുറത്ത് വന്നിട്ട് ഇവിടെ ഒരു ക്യാനിനകത്ത് ഓയിൽ കളക്ട് ചെയ്യുന്ന പോലെയാണ് വെക്കുന്നത്. കുറച്ചുകൂടെ വെള്ള കളറുള്ള ഹോസാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി വരുന്ന ഓയിലിൻ്റെ കളർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിപ്പോൾ ക്യാമറയിൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് മനസ്സിലായേനെ. ഇനി നമ്മൾ ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഈ വണ്ടിയുടെ ഫ്രണ്ട് വീൽ രണ്ടും പൊക്കുക, ഒരേപോലെ പൊക്കുക. കാരണം നമ്മൾ സ്റ്റിയറിങ് സ്റ്റാർട്ട് ചെയ്യാതെയാണ് തിരിക്കുന്നത്. അപ്പോൾ തിരിക്കാൻ നമ്മൾ പവർ സ്റ്റിയറിങ് ഇല്ലാതെ തിരിക്കാൻ വലിയ വണ്ടികളിലോ അല്ലാത്തതിലും ആണെങ്കിലും അത് അത്ര എളുപ്പമായിരിക്കത്തില്ല. അപ്പോൾ ജാക്കിയിൽ രണ്ട് വീലും പൊക്കി വെച്ചിട്ട് സുരക്ഷിതമായിട്ട് വെക്കുക. ജാക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എല്ലാവർക്കും ഒന്നും ജാക്ക് സ്റ്റാൻഡ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒരു ജാക്കിയും, രണ്ട് സൈഡിലും ഓരോ ജാക്കിയും, അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിങ്ങിന് ഒരു ഡിസ്കും കൊടുത്തിട്ടുണ്ട്. എന്തായാലും സേഫായിട്ട് നമുക്ക് തിരിക്കുമ്പോൾ അവിടെ ഇവിടെ ടയറൊന്നും അറിയാത്ത തരത്തിൽ അത്രമാത്രം പൊക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എയർ അല്ലെങ്കിൽ ഓയിൽ തള്ളി വരുന്നതിൻ്റെ ആയിട്ട് മുകളിലേക്ക് ചെറുതായിട്ട് ഓയിൽ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഒഴിക്കുന്നതിനനുസരിച്ച് ഇവിടെ നമ്മൾ അതായത് കംപ്രസറിൽ പോയിട്ട് ഗിയർ ബോക്സിൽ പോയിട്ട് തിരിച്ച് വരുന്ന ലൈനിൽ ഓയിൽ മുകളിലോട്ട് കയറി വരുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ, അതായത് നിറഞ്ഞൊഴുകി പോകാത്ത ലെവൽ വരെ ഒഴിച്ചാൽ മതിയാവും. ഇവിടെ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അടിയിൽ കൂടെ ഒരു ഗാർഡൻ ഹോസ് വെറുതെ കണക്ട് ചെയ്തിടുന്നുണ്ട്, ഇൻ കേസ് നിറഞ്ഞു പോയി കഴിഞ്ഞാലും വണ്ടിക്കകത്ത് വീഴാതിരിക്കാൻ വേണ്ടി. അതുപോലെ വേണം കണക്ട് ചെയ്ത് വെക്കുന്നതിലും നല്ലതൊന്ന് മടക്കി കെട്ടി അവിടെ വെക്കുന്നതായിരിക്കും, അതിന് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ആ ഒരു ലെവലിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സ്റ്റിയറിങ് കംപ്ലീറ്റ് റൈറ്റിലേക്കും തിരിച്ച് അതുപോലെ കംപ്ലീറ്റ് ലെഫ്റ്റിലേക്കും, അതായത് ലോക്ക് ടു ലോക്ക് എന്ന് പറയും, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ തിരിക്കുക. നമ്മളിത് ഉയർത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ബലമൊന്നും ഉണ്ടാകത്തില്ല, നമുക്ക് സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റും. രണ്ട് പേരുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഒരാൾ തിരിക്കുകയും ഒരാൾ ആ സമയത്ത് ഓയിൽ കണ്ടിന്യൂസ് ഒഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പരിപാടി കഴിയും. ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഞാനിവിടെ ചെയ്തത് ഞാൻ തന്നെയാണ് ഓയിൽ ഒഴിക്കുക, അവിടെ പോയി തിരിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പം നല്ലോണം സമയമെടുക്കും, അതുപോലെ തന്നെ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇതേ മെത്തേഡ് വേണേൽ സ്റ്റാർട്ട് ചെയ്തിട്ടും ചെയ്യാം, പക്ഷേ അപ്പോൾ അത് റിസ്ക്കാണ്. കാരണം പെട്ടെന്ന് ഈ പറയുന്ന സംഭവങ്ങൾ വളരെ പെട്ടെന്നായിരിക്കും ഓയിൽ വരികയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചെയ്യേണ്ട, ഇത് സ്റ്റാർട്ട് ചെയ്തതിന് നിർബന്ധമുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഓയിൽ മുകളിൽ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് തിരിക്കുന്നതിനനുസരിച്ച്. ഈ വരുന്ന ഓയിൽ നല്ല കറുത്ത ഓയിലാണ്. ഇത് ഇനിയും നമുക്കിതിൻ്റെ കളർ മാറി വരുന്നത് നമുക്ക് മനസ്സിലാവും ഓരോ തവണ തിരിക്കുന്നതിനനുസരിച്ചും. ഇത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് ഓയിൽ തീർന്നു പോകാതെ വളരെ ശ്രദ്ധിക്കണം. കാരണം ഓയിൽ തീർന്നു പോയി കഴിഞ്ഞാൽ അവിടെ എയർ വലിക്കാനും ലൈനിൻ്റെ ഉള്ളിൽ എയർ കുടുങ്ങാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. എയർ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ തുറന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കേണ്ടതായിട്ട് വരും, ആ ഓയിലൊക്കെ പോയി കിട്ടാൻ. അപ്പോൾ നമ്മുടെ 1 ലിറ്റർ ഓയിൽ തീർന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ വരുന്ന ഓയിലിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, കളർ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഓയിലും നമുക്ക് ചെറിയൊരു കളർ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്.
അതായത് കംപ്ലീറ്റ് പുതിയ ഓയിൽ പോലെ ആയിട്ടില്ല. അത് പുതിയ ഓയിലാണ് വരുന്നതെങ്കിലും അത് വാഷ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് അതിനകത്ത് ഈ ഇതെല്ലാം കലർന്നിട്ട് വരുന്നതുകൊണ്ടാണ് അതാവുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ഫ്ലഷ് ആയിട്ടില്ല. ഈ കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ കുറച്ച് നേരം കൂടെ ആവർത്തിക്കുക. ഇപ്പം നല്ല ട്യൂബിനകത്ത് നല്ല ഫ്രഷ് ഓയിൽ കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് നിർത്താവുന്നതാണ്. ഇതിപ്പം അതായത് നമ്മൾ കുറച്ച് ഓയിൽ വേസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതങ്ങനെ ചെയ്തേ ഇത് ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളൂ, എങ്കിലേ നമ്മൾക്കത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. മറ്റേത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഓയിലാണ് സിസ്റ്റത്തിൽ വരിക, പക്ഷേ എന്നാലും അതൊന്ന് വാഷ് ചെയ്ത് വരുന്ന ഒരവസ്ഥ ആവത്തില്ല. അതിനാണ് നമ്മൾ കുറച്ചുകൂടെ പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ അഴിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം മറ്റേ നമ്മൾ അടി കൂടെ കണക്ട് ചെയ്ത ട്യൂബ് അഴിച്ച് മാറ്റാം. അത് കഴിഞ്ഞ് ഒരു തുണി റെഡിയാക്കി വെച്ചിട്ട് അതിന് ചുറ്റും വെച്ചതിന് ശേഷം നമുക്ക് ഈ ഹോസ് കണക്ടർ അഴിച്ച് മാറ്റാം. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തായാലും കുറച്ച് ഓയിലുണ്ടാവും. അത് നമ്മൾ അഴിക്കുന്ന സമയത്ത് എന്തായാലും അവിടെ ഇവിടെയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് ഒരു കൈ കൊണ്ട് അടച്ച് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അധികം ആവില്ല. എന്നാലും ശ്രദ്ധിച്ചൊരു തുണിയൊക്കെ വെച്ചിട്ട് ആണെങ്കിൽ സൈഡിൽ കൂടി ഒഴുകി ഇറങ്ങുന്ന ഓയിലൊന്നും മറ്റേ എൻജിൻ പാർട്സിലോ മറ്റുള്ളതിലോ ഒന്നും വീഴാതെ നമുക്കത് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ആ ഇന്നെന്നുള്ള ലൈനും അതിൻ്റെ ആ ഇന്നെന്നുള്ള ആ പോർട്ടിലേക്ക് ആ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം ആ ഹോസിൻ്റെ ക്ലാമ്പും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് കംപ്ലീറ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ അഴിച്ച് മാറ്റിയ ടാങ്കിനെ പിടിപ്പിക്കുന്ന ബ്രാക്കറ്റിൻ്റെ ആ ഒരു രണ്ട് നെട്ടും കൂടി ഇട്ട് കൊടുക്കാം. അത് കറക്റ്റായിട്ട് മുറുക്കി വെക്കുക, എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ. ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ടാങ്ക് അഴിച്ച് കഴുകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴിച്ചെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഹോസ് മാത്രം ഒറ്റ ഹോസ് മാത്രം പിടിപ്പിച്ചിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഫിൽറ്റർ തിരിച്ചു വെക്കാം. ഫിൽറ്ററിൻ്റെ അടിയിലെ വാഷറും അതിന് ശേഷം ഫിൽറ്ററും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് മുകളിലത്തെ ആ ഒരു ഓയിൽ സീൽ വാഷർ, അതുപോലെ സീൽ ചെയ്യാൻ വേണ്ടിയുള്ള, അതുപോലെ അതിൻ്റെ സ്പ്രിങ്, അതിന് മുകളിലത്തെ ആ ഒരു സ്ക്രൂ പിടിപ്പിക്കുന്ന ഇതും കൂടെ പിടിപ്പിച്ച് ആദ്യം കൈ കൊണ്ട് തന്നെ തിരിക്കുക. കാരണം ക്രോസ് ത്രെഡ് ആവാതിരിക്കാൻ ഏറ്റവും നല്ലത് തന്നെയാണ്. അതിനുശേഷം കംപ്ലീറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓയിൽ കറക്റ്റ് ലെവലിലേക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. ആ പ്ലാസ്റ്റിക് ഫിൽറ്ററും വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഓയിൽ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ടോപ്പപ്പ് ചെയ്യുന്നത് മുമ്പ് ശ്രദ്ധിക്കാനുള്ള കാര്യം, വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കണം കറക്റ്റ് ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്ത്. വണ്ടി സ്റ്റാർട്ടിങ് നിർത്തിയിട്ടാണ് ചെയ്യേണ്ടത്. കാരണം സിസ്റ്റത്തിലേക്ക് ഓയിൽ വലിഞ്ഞതിന് ശേഷമാണ് മാക്സിമം ലെവലിലേക്ക് എത്തേണ്ടത്. അതല്ലെങ്കിൽ അതിൽ വ്യത്യാസം വരാൻ വഴിയുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ലെവലിലേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, വേണമെങ്കിൽ ഈ ഫിൽറ്റർ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫിൽറ്റർ ഒന്ന് എടുത്തു മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ തവണ അത് നോക്കുക. ബബിൾസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തവണ കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ലൈനിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും എയർ കൂടി കിട്ടണം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ എയറൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിന് എല്ലാം നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ലാസ്റ്റ് വന്ന ഓയിലുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അതിൻ്റെ ക്വാളിറ്റി. നമുക്കത് കംപ്ലീറ്റ് പുതിയത് ഓയിൽ പോലെ തന്നെ ആണ്, ഒരു കളർ വ്യത്യാസം വരുന്നില്ല. ചെറിയൊരു എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ആ സിറിഞ്ചിൽ നമ്മൾ പഴയ ഓയിൽ എടുത്തതിൻ്റെ ആയിട്ടുള്ള ആ ഒരു കളർ വ്യത്യാസമാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആയുസ് നമുക്ക് മാക്സിമം ആയുസ് കിട്ടുകയും ചെയ്യും, നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ പഴയ ഓയിലൊന്നും നമ്മൾ എവിടെയും മണ്ണിലൊന്നും ഒഴിച്ച് കളയരുത്. അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ക്യാനിലൊക്കെ സൂക്ഷിച്ച് അത് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇപ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ലൂബ്രിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.